ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റെപ്പ് ടു സക്സസ്. ഞാൻ ഷജിത. 10th ലെവൽ പ്രിലിംസ് ആകട്ടെ, മെയിൻസ് ആകട്ടെ, 3 മുതൽ 5 ചോദ്യം വരെ നമുക്ക് പ്രദാനം ചെയ്യുന്ന ഒരു മേഖലയാണ് ഇൻഫർമേഷൻ ടെക്നോളജി. ആദ്യ ഭാഗമായി IT ആക്ട് 2000 ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കൂടെ പോരും. IT ആക്ട് 2000, IT ആക്ട്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000. അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. സൈബർ നിയമങ്ങൾ എവിടെയാ ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് റെസിഡ്വൽ പവേഴ്സ് അഥവാ അവശിഷ്ട അധികാരങ്ങളിലാണ്. സൈബർ ലോ അഥവാ സൈബർ നിയമങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത് അവശിഷ്ട അധികാരങ്ങൾ അഥവാ റെസിഡ്വൽ പവേഴ്സ് ആണ്. എന്താ അവശിഷ്ട അധികാരങ്ങൾ അഥവാ റെസിഡ്വൽ പവേഴ്സ് എന്ന് പറയുന്നത്? നമുക്കറിയാം, ഭരണഘടന അംഗീകരിക്കുന്ന 3 ലിസ്റ്റുകളുണ്ട്. സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഈ 3 ലിസ്റ്റുകളിലും ഉൾപ്പെടാത്ത വിഷയങ്ങളാണ് റെസിഡ്വൽ പവേഴ്സ് അഥവാ അവശിഷ്ട അധികാരങ്ങൾ. അവശിഷ്ട അധികാരങ്ങൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തേക്കുന്നത് കാനഡയിൽ നിന്നാണ്. അവശിഷ്ട അധികാരങ്ങൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തേക്കുന്നത് എവിടെ നിന്നാണ്? കാനഡയിൽ നിന്നാണ്. കാനഡയിൽ നിന്ന് മറ്റെന്തെങ്കിലും ആശയങ്ങൾ കടമെടുത്തിട്ടുണ്ടോ? ഉണ്ടല്ലോ. എന്താ? കാനഡയിൽ നിന്ന് കടമെടുത്തതാണ് ഫെഡറൽ സിസ്റ്റം എന്ന ആശയം കടമെടുത്തേക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ് ഒക്കെ കടമെടുത്തേക്കുന്നത് എവിടെന്നാ കാനഡയിൽ നിന്നാണ്. അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, അതുപോലെ അവശിഷ്ട അധികാരങ്ങൾ അഥവാ റെസിഡ്വൽ പവേഴ്സ്, ഫെഡറൽ സിസ്റ്റം എന്നീ ആശയങ്ങൾ ഇന്ത്യ കടമെടുത്തേക്കുന്നത് കാനഡയിൽ നിന്നാണ്. നോക്കാം. IT നിയമം 2000 ജൂൺ 9 IT നിയമം പാർലമെന്റ് പാസ്സാക്കിയത്. 2000 ജൂൺ 9 മറന്നു പോകരുത്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 2000 ജൂൺ 9 IT നിയമം പാർലമെന്റ് പാസ്സാക്കിയത്. IT നിയമം പാർലമെന്റ് പാസ്സാക്കുന്നത് എപ്പോഴാണ്? 2000 ജൂൺ 9 നിലവിൽ വരുന്നത് എപ്പോഴാണ്? 2000 ഒക്ടോബർ 10. അതേ വർഷം തന്നെയാണ്. അപ്പൊ IT ആക്ട് 2000 എന്ന് കേൾക്കുമ്പോൾ വേറെ വർഷങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. പക്ഷെ IT അമെന്റ്മെന്റ് ആക്ട് കണ്ടോ, 2008 പറയുന്നുണ്ട്, 2009 പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ IT ആക്ട് 2000 പറയുമ്പോൾ ഓൺലി 2000. അപ്പൊ 2000 ഒക്ടോബർ 17 ആണ് നിലവിൽ വരുന്നത്. ഈ സമയത്ത് ഇന്ത്യൻ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ KR നാരായണൻ. മലയാളികളുടെ അഭിമാനമായ കോട്ടയം സ്വദേശിയായ കോട്ടയം ഉഴവൂർ സ്വദേശിയായ KR നാരായണനായിരുന്നു ആ സമയത്തെ പ്രസിഡന്റ്. KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ ആസ്ഥാനം എവിടെ? അത് തെക്കുംതലയാണ് അല്ലെ. ഇദ്ദേഹം ജനിച്ചത് ഉഴവൂരും KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ ആസ്ഥാനം തെക്കുംതല. രണ്ടും കോട്ടയം തന്നെ കേട്ടോ. കോട്ടയം പറഞ്ഞപ്പോഴാണ് ഓർമ്മ വരുന്ന ആദ്യത്തെ ISO സർട്ടിഫൈഡ് കളക്ടറേറ്റ് ഏതാ? കേരളത്തിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് കളക്ടറേറ്റ് അത് കോട്ടയമാണ്. അതുപോലെ തന്നെ കേരളത്തിലെ 2ാമത്തെ ഡിജിറ്റൽ ജില്ല ഏതാ? അതും കോട്ടയമാണ്. യെസ്, ഓക്കെ. ഈ കേരളത്തിലെ ആദ്യത്തെ ഭാഷാ സാഹിത്യം മ്യൂസിയം നിലവിൽ വന്നത് എവിടെ? കോട്ടയം ജില്ലയിലാണ്. ഓക്കെ. അങ്ങനെ കോട്ടയം സ്വദേശിയായ കോട്ടയത്തുകാരനായ നമ്മുടെ സ്വന്തം KR നാരായണൻ പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് ഇന്ത്യയിൽ IT നിയമം നിലവിൽ വന്നത്. 2000 ജൂൺ 9 പാർലമെന്റ് പാസ്സാക്കി. 2000 ഒക്ടോബർ 17 നിലവിൽ വന്നു. ഈ സമയത്തെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ KR നാരായണൻ. 2ാമത്തെ ഡിജിറ്റൽ ജില്ല കോട്ടയമാണെങ്കിൽ ആദ്യത്തെ ഡിജിറ്റൽ ജില്ല ഏതാ? ആദ്യത്തെ ഡിജിറ്റൽ ജില്ല തൃശ്ശൂരാണല്ലേ. മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളും ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ആദ്യത്തെ ജില്ലയാണ് ഏതാ? തൃശ്ശൂരാണ്. മുഴുവൻ ഗ്രാമപഞ്ചായത്തുകൾക്കും ISO സർട്ടിഫിക്കേഷൻ ലഭിച്ചത്. അതുപോലെ തന്നെ കേരള മ്യൂസിയം നിലവിൽ വന്നത് തൃശ്ശൂരാണ് അല്ലെ. ഇപ്പൊ പറഞ്ഞതുപോലെ ആദ്യത്തെ ഡിജിറ്റൽ ജില്ല ചോദിച്ചാലും അതേതാണ്? ഡിജിറ്റൽ ജില്ല ചോദിച്ചാലും തൃശ്ശൂരാണ്. എന്നാൽ ഡിജിറ്റൽ പട്ടയ വിതരണം പൂർത്തിയാക്കിയത് ചോദിച്ചാൽ അത് മലപ്പുറം ജില്ലയാണ്. ഡിജിറ്റൽ പട്ടയ വിതരണം ചോദിച്ചാൽ ഡിജിറ്റൽ ജില്ല തൃശ്ശൂരാണെങ്കിൽ ഡിജിറ്റൽ പട്ടയ വിതരണം മലപ്പുറത്താണ്. തിരിച്ചിങ്ങോട്ടേക്ക് വരുന്നു. ഓക്കെ. 2000 ഒക്ടോബർ 17 നിലവിൽ വന്ന IT ആക്ടില് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 13 ചാപ്റ്റേഴ്സ്, 13 അധ്യായങ്ങൾ. ബേക്കേഴ്സ് ഡസൻ എന്നറിയപ്പെടുന്നത് 13 ആണല്ലേ. അപ്പൊ 13 അധ്യായങ്ങൾ, 13 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. സെക്ഷൻസ് അഥവാ ഭാഗങ്ങൾ 94. സെക്ഷൻസ് അഥവാ ഭാഗങ്ങൾ 94. ഷെഡ്യൂൾസ് അഥവാ പട്ടികകൾ 4. ഷെഡ്യൂൾസ് അഥവാ പട്ടികകൾ 4. 4 പട്ടികകൾ, 94 ഭാഗങ്ങൾ, 13 അധ്യായങ്ങൾ എന്നിവ ചേർന്നാണ് 2000 ഒക്ടോബർ 17 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് നിലവിൽ വന്നത്. 13 ചാപ്റ്റേഴ്സ്, 94 സെക്ഷൻസ്, 4 ഷെഡ്യൂൾസ്. സെക്ഷൻസ് ഒക്കെ നമ്മൾ പിന്നാലെ പരിചയപ്പെടും. 65, 66, 66 A മുതൽ F വരെ, 67, 69 സ്ഥിരം ചോദ്യ മേഖലയാണല്ലേ. ഓക്കെ. അപ്പോൾ എന്താണ്? 13 അധ്യായങ്ങള്, 94 സെക്ഷൻസ്, 4 ഷെഡ്യൂൾസ് ആണ് 2000 IT ആക്ടില് ഉണ്ടായിരുന്നത്. ഒന്നുകൂടെ പറയാലോ. അപ്പൊ എന്താണ് മക്കളെ? സൈബർ നിയമങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന അവശിഷ്ട അധികാരങ്ങൾ അഥവാ റെസിഡ്വൽ പവേഴ്സ് ആശയം കടമെടുത്തേക്കുന്നത് കാനഡയിൽ നിന്ന്. 2000 ജൂൺ 9 IT നിയമം പാർലമെന്റ് പാസ്സാക്കി.
2000 ഒക്ടോബർ 17-ന് IT നിയമം നിലവിൽ വന്നു. അപ്പോൾ എന്താണ്, KR നാരായണനായിരുന്നു ആ സമയത്തെ പ്രസിഡന്റ്. 13 അധ്യായങ്ങൾ, 94 സെക്ഷൻസ്, 4 ഷെഡ്യൂൾസ്. ഓക്കെ, ഇന്ത്യക്ക് ഒരു പതിവുണ്ട്, നമുക്കറിയാം ഏതൊരു ആക്റ്റും എന്താണ് സാധാരണ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അമെൻഡ് ചെയ്യാറുണ്ട്, അല്ലെ ഭേദഗതി ചെയ്യാറുണ്ട്. അത്തരത്തിൽ 2000 IT ആക്റ്റും എന്ത് ചെയ്തു, നമ്മൾ അമെൻഡ് ചെയ്തു. അമെൻമെന്റ് എന്ന ആശയം നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തേക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് എന്ന ആശയം കടമെടുത്തേക്കുന്ന എവിടെ നിന്ന്? ദക്ഷിണാഫ്രിക്കയിൽ നിന്ന്. കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് എന്ന ആശയം, ഭരണഘടനാ ഭേദഗതി എന്ന ആശയം കടമെടുത്തേക്കുന്നത് എവിടെ നിന്നാ? ദക്ഷിണാഫ്രിക്ക. നിലവിൽ ടെസ്റ്റ് ചാമ്പ്യന്മാർ ആരെന്ന് ചോദിച്ചാൽ ആരാ? ദക്ഷിണാഫ്രിക്കയാണല്ലേ. ഓക്കെ, അത് അഭിമാനകരമായ നിമിഷം തന്നെയായിരുന്നു ദക്ഷിണാഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, യെസ്. അപ്പോൾ അമെൻഡ് ചെയ്തു. എന്തായാലും അമെൻമെന്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാ? ആർട്ടിക്കിൾ 368, 368 കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ 368 ഭരണഘടനാ ഭേദഗതി. അങ്ങനെ IT അമെൻമെന്റ് ആക്ട് വരുന്നത് 2008-ലാണ്. IT അമെൻമെന്റ് ആക്ട് വർഷം ചോദിച്ചാൽ 2008. ഏത് വർഷത്തിലാണോ പാർലമെന്റ് ഈ ആക്ട് പാസ്സാക്കുന്നത് അതിനെ ബേസ് ചെയ്തായിരിക്കും ആ ആക്ട് അറിയപ്പെടുന്നത്. നിലവിൽ വന്നത് 2009-ലാണ് കേട്ടോ. പക്ഷെ IT അമെൻമെന്റ് ആക്ട് എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ഓർത്തിരിക്കണം അത് 2008. ഇതുവരെ കൺഫ്യൂഷനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്നും മനസ്സിനകത്ത് ഒന്ന് ഉറപ്പിച്ചു വെച്ചോ. 2009 നിലവിൽ വന്നു. യെസ് അത് കറക്റ്റ് തന്നെയാണ്. എങ്കിലും IT അമെൻമെന്റ് ആക്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടെ ചേർക്കുന്ന വർഷവേദ 2008. അന്താരാഷ്ട്ര ഉരുളക്കിഴങ്ങ് വർഷവേദ 2008. ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷവേദ 2008 ദേശീയ ഉരുളക്കിഴങ്ങ് ഗവേഷണ കേന്ദ്രം എവിടെ? അത് സിംലയിലാണ്. കിഴങ്ങ് വിളവ് ഗവേഷണ കേന്ദ്രമാണ് കേട്ടോ ശ്രീകാര്യം. ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ചിലപ്പോൾ ഈ പറഞ്ഞ ഉരുളക്കിഴങ്ങ് പറഞ്ഞപ്പോൾ തന്നെ ശ്രീകാര്യം ഓർത്തവരുണ്ടാകും. ഓക്കെ, അപ്പോൾ ഉരുളക്കിഴങ്ങ് ഗവേഷണ കേന്ദ്രം സിംലയിലും ബ്രിട്ടീഷുകാരുടെ വേനൽക്കാല വസതിയായ സിംലയിലും എന്താണ് കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രമാണ് ശ്രീകാര്യത്ത്. ഓക്കെ, യെസ്. IT അമെൻമെന്റ് ആക്ട് 2008. IT അമെൻമെന്റ് ആക്ട് 2008. 2008 ഡിസംബർ 23-ന് പാർലമെന്റ് പാസ്സാക്കി. ഞാൻ നേരത്തെ പറഞ്ഞു പാർലമെന്റ് പാസ്സാക്കുന്ന വർഷത്തിനനുസരിച്ചായിരിക്കും ഒരു ആക്ട് അറിയപ്പെടുന്നത്. 2008 ഡിസംബർ 23, ക്രിസ്മസിന് 2 ദിവസം മുമ്പ് കേട്ടോ. ക്രിസ്മസ് ഒക്കെ ആയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായി പോകത്തില്ല, ആഘോഷമൊക്കെ ആയി പോകത്തില്ല. അപ്പോൾ 2 ദിവസം മുമ്പ് ഈ വീണ്ടും കണക്ട് ചെയ്യാൻ ഒരു ഡിസംബർ 23 എന്താ? ദേശീയ കർഷക ദിനമല്ലേടാ. ചരൺ സിംഗിന്റെ ജന്മദിനമായ ദേശീയ കർഷക ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ഡിസംബർ 23. അപ്പൊ അതേ ദിവസത്തിൽ തന്നെയാണ് IT അമെൻമെന്റ് ആക്ട് പാസ്സാക്കുന്നത്. 2009 ഫെബ്രുവരി 5-ന് ഈ IT അമെൻമെന്റ് ആക്ട് പ്രസിഡന്റ് ഒപ്പുവെച്ചു. 2009 ഫെബ്രുവരി 5-ന് IT അമെൻമെന്റ് ആക്ട് ആരൊപ്പുവെച്ചു? പ്രസിഡന്റ് ഒപ്പുവെച്ചു. ആ സമയത്ത് പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ ആരാ? പ്രതിഭ പാട്ടീലാണ്. ആരാണ്? പ്രതിഭ പാട്ടീലായിരുന്നു. ചിലർക്കെങ്കിലും 2008 എന്നുള്ള വർഷം കാണുമ്പോൾ അല്ലെ ഈ ഒരു 2008 2009 കാലഘട്ടം കാണുമ്പോൾ ചിലർക്കെങ്കിലും APJയുടെ കാര്യമൊക്കെ ഓർക്കാറുണ്ട്. ചിലപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്തൊക്കെ പിള്ളേർ അങ്ങനെ 2008 എന്ന് കൂടുതൽ പറയാറുണ്ട്. 2009 ഫെബ്രുവരി 5 ആരായിരുന്നു? പ്രതിഭ പാട്ടീലായിരുന്നു. ഓക്കെ, പ്രതിഭ പാട്ടീലാണ്. എന്നാലും നിലവിൽ വരുന്നത് 2009 ഒക്ടോബർ 27-നാണ്. 2009 ഒക്ടോബർ 27-നാണ്. 2009 ഒക്ടോബർ 27 ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിക്കാൻ 2009-ലാണ്. ബരാക് ഒബാമയ്ക്ക് എന്ത് കിട്ടുന്ന സമാധാന നൊബേൽ ലഭിക്കുന്ന വർഷവും 2009-ആണ്. 2009 ഒക്ടോബർ 27 നോക്കൂ, ഇവിടെ ഒരു കണക്ഷൻ നമുക്ക് വേണമെങ്കിൽ ഓർത്തിരിക്കാം. ഒക്ടോബർ 17 ഒക്ടോബർ 27 ഒക്ടോബർ 17 ഒക്ടോബർ 27 2000 2009 ഒക്ടോബർ 17 ഒക്ടോബർ 27 മറക്കണ്ട കേട്ടോ. ഒക്ടോബർ 17 ഒക്ടോബർ 27 2009 ഒക്ടോബർ 27-നാണ് IT അമെൻമെന്റ് ആക്ട് നിലവിൽ വരുന്നത്. IT അമെൻമെന്റ് ആക്ട് എപ്പോഴാണ് വരുന്നതാ? 2009 ഒക്ടോബർ 27-നാണ്. അപ്പോൾ ചാപ്റ്റേഴ്സിൽ വ്യത്യാസം ഉണ്ടായി. 13-ൽ നിന്ന് ഒന്നുകൂടി 14 ചാപ്റ്റേഴ്സ് ആയി. നോക്കൂ, 94 ആയിരുന്നു 124. എളുപ്പം, പഠിക്കാൻ എളുപ്പമാണ്. 94 124 94 124. ദെൻ ഷെഡ്യൂൾസ് 4 ഷെഡ്യൂളിൽ നിന്നും 2 ഷെഡ്യൂളായി മാറുന്നു. നോർമലി നമ്മൾ കൂടുക, അപ്പോൾ അത് എന്നാൽ ഇവിടെ ഷെഡ്യൂൾസിന് എന്തോ കുറവ് സംഭവിച്ചു. 4 ഷെഡ്യൂളുകൾ ഉണ്ടായിരുന്നത് 2 ഷെഡ്യൂളായിട്ട് മാറി എന്നുള്ളത്. അപ്പോൾ 13 ചാപ്റ്റേഴ്സ് 14 ചാപ്റ്റേഴ്സ് ആകുന്നു. 94 സെക്ഷൻസ് 124 സെക്ഷൻസ് ആയി. 4 ഷെഡ്യൂൾസ് എന്ന് പറയുന്നത് 2 ഷെഡ്യൂൾസ് ആയി. 14 അധ്യായങ്ങൾ, 124 ഭാഗങ്ങൾ, 2 പട്ടികകൾ. അധ്യായങ്ങൾ, ഭാഗങ്ങൾ, പട്ടികൾ. മലയാളം വാക്കുകൂടൊന്ന് ഓർത്തിരിക്കണേ. ചാപ്റ്റേഴ്സും അതുപോലെ തന്നെ സെക്ഷൻസും ഷെഡ്യൂൾസും മാത്രമല്ല ഓർക്കേണ്ടത്. അധ്യായങ്ങൾ, ചാപ്റ്റേഴ്സ്, അധ്യായങ്ങൾ. ഇവിടെ പറയുന്ന ഭാഗം പാർട്ടല്ല. പാർട്ട്
പാർട്ട് അല്ല, സെക്ഷൻസ് അഥവാ ഭാഗങ്ങൾ, സെക്ഷൻസ് അഥവാ ഭാഗങ്ങൾ, ഷെഡ്യൂൾസ് അഥവാ പട്ടികകൾ, ഷെഡ്യൂൾസ് അഥവാ പട്ടികകൾ. ഒന്നുകൂടെ പറയട്ടെ, IT ആക്ട് ഏതാ വർഷം? IT ആക്ട് എന്ന് ചോദിച്ചാൽ 2000 തന്നെയാണ് വർഷം. IT അമെൻമെന്റ് ആക്ട് ചോദിച്ച വർഷം 2008 ആണ്. സൈബർ നിയമങ്ങൾ, സൈബർ കുറ്റകൃത്യങ്ങൾക്കുള്ള പരമാവധി ശിക്ഷ എത്രയാ? അത് ജീവപര്യന്തമാണ്. സൈബർ കുറ്റകൃത്യങ്ങൾക്കുള്ള പരമാവധി ശിക്ഷ ചോദിച്ചാൽ അത് ജീവപര്യന്തമാണ്. സൈബർ ടെററിസത്തിനൊക്കെ കൊടുക്കാവുന്ന പരമാവധി ശിക്ഷ ചോദിച്ചാലും ഏതാണ്? അത് ജീവപര്യന്തമാണ് കേട്ടോ. സൈബർ ടെററിസം 66F പറയുന്ന സൈബർ ടെററിസം, അതിന്റെ പരമാവധി ശിക്ഷ ചോദിച്ചാലും ജീവപര്യന്തം. അല്ലെങ്കിൽ സൈബർ കുറ്റകൃത്യങ്ങൾക്കുള്ള പരമാവധി ശിക്ഷ ചോദിച്ചാലും ജീവപര്യന്തമാണ് അല്ലെ. വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രൈമാണ് ഏത് സൈബർ ടെററിസം എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പോൾ സൈബർ നിയമങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന അവശിഷ്ട അധികാരങ്ങൾ അഥവാ റെസിഡുവൽ പവേഴ്സ്, ഈ ആശയം കടമെടുത്തേക്കുന്നത് കാനഡയിൽ നിന്ന് ഫെഡറൽ സിസ്റ്റം, സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ് എന്നിവ കടമെടുത്തേക്കുന്ന കാനഡയിൽ നിന്നാണ്. ഓസ്ട്രേലിയയിൽ നിന്നാണ് കൺകറന്റ് ലിസ്റ്റ് എടുത്തേക്കുന്നത്. 2000 ജൂൺ 9 IT നിയമം പാർലമെന്റ് പാസ്സാക്കി. 2000 ഒക്ടോബർ 17 നിലവിൽ വന്നു. നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് KR നാരായണനായിരുന്നു. ചാപ്റ്റേഴ്സ്, ഈ ആക്ട് നിലവിൽ വരുമ്പോൾ ചാപ്റ്റേഴ്സ് 13, സെക്ഷൻസ് 94, ഷെഡ്യൂൾസ് 4. ദെൻ IT അമെൻമെന്റ് ആക്ട് വർഷം ചോദിച്ചാൽ 2008 ആണ്. 2008 ഡിസംബർ 23 പാർലമെന്റ് പാസ്സാക്കി. 2009 ഫെബ്രുവരി 5 പ്രസിഡന്റ് ഒപ്പുവെച്ചു പ്രതിഭാ പാട്ടീൽ. 2009 ഒക്ടോബർ 27 നിലവിൽ വന്നു. സെക്ഷൻസ് 124, ഷെഡ്യൂൾസ് 2, ചാപ്റ്റേഴ്സ് 14 ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് IT ആക്ട് 2000 ആണ്. ITയുടെ മറ്റ് ടോപ്പിക്കുകളുമായിട്ട് വിശദമായ ക്ലാസ്സുകളുമായിട്ട് നമ്മൾ പിന്നാലെ കാണുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, നിങ്ങളുടെ ഉദ്യോഗാർത്ഥികളായ സുഹൃത്തുക്കൾക്ക് കൂടെ ഷെയർ ചെയ്യൂ. മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണാം. ബൈ.